ഈ മൂവിയുടെ ഒരു കാസ്റ്റിംഗ് അടിപൊളിയായി. അപ്പൊ അതേപോലെ തന്നെ ആയിരിക്കും അതിന്റെ പാട്ടിന്റെ സെലക്ഷനും എന്താണ് സിംഗേഴ്സും ഒക്കെ എല്ലാം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത് എല്ലാ ആൾക്കാരും ഡെഡിക്കേറ്റ് ചെയ്താണ് ഈ ഒരു മൂവി ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ന് ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഈ ഒരു മൂവിയില്? ഇതില് എക്സ്പീരിയൻസേ ഉള്ളൂ. എൻ്റെ 5ാമത്തെ മൂവിയാണ്. ആദ്യം പീസ് എന്ന് പറഞ്ഞ മൂവിയാണ്, ജോലി പീസ് എന്ന് പറഞ്ഞ മൂവിയാണ്. അതിനുശേഷം അഭ്യൂഹം, റേസ് പോലീസ്, പിന്നെ അപ്പോൾ അതിൽ നിന്നൊക്കെ നേരെ വിപരീതമായിട്ടാണ് എനിക്ക് ഈ സബ്ജക്റ്റ് കിട്ടിയത്. അതൊക്കെ കുറച്ച് ഫാസ്റ്റും ഫൈറ്റും അതിന് ഫാസ്റ്റ് കട്ടുകളുള്ള ഒരു മൂവീസാണ്. പക്ഷെ ഇത് കൾച്ചറാണ് പറയും. ഇപ്പം ഇന്ത്യയിൽ ഡിഫറെൻ്റ് ആയിട്ട് സാധാരണ മലബാർ ഏരിയയിൽ കാണുന്ന സബ്ജക്റ്റുകളൊക്കെ എല്ലാവർക്കും കോമണാണ്. ഇത് അതിൽ നിന്ന് എന്തെങ്കിലും എൻ്റെതായിട്ട് ടിപ്സ് കൊടുക്കാൻ പറ്റുന്നില്ലാണെങ്കിൽ ഏറ്റവും വലിയ ചലഞ്ച്. പിന്നെ അതിന് സപ്പോർട്ടായിട്ട് നല്ല ഇതിൽ പഴയ സീനിയറായിട്ടുള്ള ഡയറക്ടറാണ്. ഒത്തിരി ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കണ്ടിരുന്ന എന്താ അതിലൊക്കെ അദ്ദേഹം അത്തരം പടങ്ങളിൽ അസോസിയേറ്റ് ആയിരുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വലുത്. പൂർവ്വ സ്വാതന്ത്ര്യം തന്നു പുതിയ ടെക്നോളജി അപ്ലൈ ചെയ്യാൻ. പല ഡയറക്ടേഴ്സും അതിന് സമ്മതിക്കാറില്ല. പുതിയ ടെക്നോളജീസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണോ പാട്ട് ഇതിനോട് ചെയ്ത പാട്ടുകളൊക്കെ തന്നെ ഹിറ്റാണ്. ഇതൊരു പണ്ടുള്ള കാലത്തെ ഒരു മൂവി പോലെ അത്രയും എന്റർടൈൻ, ചേട്ടൻ പറഞ്ഞ പോലെ പറക്കും തളിക അതുപോലെയൊക്കെയുള്ള പറക്കും തളിക എന്ന് നമുക്ക് ഒരിക്കലും ഇമാജിൻ, അത്രയും അടിപൊളി മൂവിയാണ്. അപ്പൊ അതേപോലെ ഒരു മൂവി പിന്നും വരാന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ജനങ്ങൾ നമ്മള് പണ്ട് മിസ് ചെയ്തിരുന്ന കുറെ, ഇപ്പൊ കുറെ മിസ് ചെയ്യുന്ന കുറെ പടങ്ങളുണ്ട്. പണ്ടൊരു കാലത്ത് ഫാമിലി ആയിട്ടുള്ള എന്റർടൈൻമെന്റ് ഉള്ള ഒരു സ്റ്റോറി ഇപ്പൊ പലതും എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പൊ അടുത്തൊന്നും അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും നമ്മളെ ഫാമിലിയും അയൽപ്പക്കങ്ങളും എല്ലാവരും കൂടെ കൂടിയിട്ടുള്ളൊരു ആഘോഷം ഒക്കെ ആയിട്ട് ഇപ്പൊ അടുത്ത കാലത്തൊന്നും അങ്ങനത്തെ സീക്വൻസുകൾ എല്ലാം സിനിമാറ്റിക് ആണല്ലോ ഇപ്പം കൂടുതലും അങ്ങനെ വരുന്ന ഒരു മൂവിയാണ്. അപ്പം അതിൽ നിന്ന് അത്രയും എന്താണ് ജനങ്ങള് എന്താ പറയാ അത്രയും ഉൾക്കൊണ്ടുള്ള ഒരു മൂവി ആയിരിക്കും ഇതെന്ന് പറയാൻ നമുക്ക് പറ്റും. ഇത് ജീവിതമാണ്, ശരിക്കും പറഞ്ഞാൽ ജീവിതം. കാരണം എൻ്റെ മാരേജ് ആക്ച്വലി ഞാൻ കൽപ്പിച്ചു കൂട്ടി ഒരു 34 എൻ്റെ മാരേജ് കഴിഞ്ഞു. 34. അപ്പൊ ഏകദേശം ഒരു 32 വരെ ഞാനും ഇതൊരു 5-8 ചോദിക്കായിരുന്നു വയസ്സെറ്റായിരുന്നു. അല്ല 32 വരെ ഞാൻ അതേമാതിരി പെണ്ണാണെന്ന് നടന്നിട്ടുണ്ട്. 30ാമത്തെ 2-3 വർഷം ഇതായപ്പോ ഞാൻ ഡ്രോപ്പ് ചെയ്ത്. പിന്നെ എനിക്ക് മതി എന്ന് പറഞ്ഞ് 34ാമത്തെ ഇതില് ഓർക്കാപ്പുറത്ത് വന്നൊരു കല്യാണം വേഗം അപ്പൊ ക്രൂവിലുള്ള എല്ലാവരുടെ അനുഭവമാണല്ലേ സിനിമ എന്ന് പറയുന്നത്. ഞാനിത് അന്വേഷിക്കുമ്പോ എന്റെ കുറെ കൂട്ടുകാർ 40 കൂട്ടുകാരുടെ കല്യാണം കഴിക്കാത്ത കുറെ പേരുണ്ട്. ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പഞ്ചായത്തുണ്ട്, അവിടെ തന്നെ എനിക്ക് തോന്നുന്നു 50% ആളുകൾ ഇപ്പോഴും ഇതേപോലെ പെണ്ണ് കിട്ടാറ് റിയാലിറ്റി മലബാറിൽ. അല്ല അവിടെ അങ്ങനെ ഒരു ഇതുണ്ട്, കുറെ ഡിമാൻഡുകൾ. അവിടെ തൊട്ടപ്പുറത്തിൽ ഞങ്ങളുടെ സ്റ്റോറിയാണ് പറഞ്ഞു. അതെൻ്റെ അടുത്ത് ഇതിന്റെ പ്രൊഡ്യൂസറും ഇതിലൊരു നല്ലൊരു ആക്ടിങ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോറി കേൾക്കുമ്പോ തന്നെ എനിക്ക് വണ്ടടിച്ച് ചെയ്യാൻ ഒരുപാടുണ്ട്. കണ്ടന്റ് ചെറുതാണെങ്കിൽ